പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശയ്യ 55-ാം അധ്യായം 10-11 തിരുവചനങ്ങളാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ടും മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ കർത്താവിൻ്റെ വഴികളും ചിന്തകളും മനുഷ്യരുടേതിനേക്കാൾ ഉന്നതമാണ്. കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും ഫലദായകമാണ്. സ്നേഹപിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന സന്ദേശമാണ് ബൈബിളിൽ നാം കാണുന്നത്. മാനവ ജീവിതത്തെയും ചരിത്രത്തെയും ബൈബിൾ പോലെ സ്വാധീനിച്ച കൃതികൾ വേറെയില്ല. പാപത്തിൽ കുടുങ്ങിയ മനുഷ്യനെ രക്ഷിക്കുവാൻ കരുണാമയനായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലും പ്രചോദനത്താലും നിരന്തരമായ സഹായത്താലും ആണ് ബൈബിൾ രചിക്കപ്പെട്ടത്. 2 തിമോത്തി 3:16 തിരുവചനം പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. നമ്മുടെ തെറ്റുകൾ തിരുത്തി എപ്രകാരമാണ് ഈ ഭൂമിയിൽ നാം ജീവിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും മനോഭാവങ്ങളും അതിൽ ദൈവഹിതത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളെല്ലാം നാം തിരുത്തി ദൈവിക ഹിതപ്രകാരം എപ്രകാരമാണ് നാം ഭൂമിയിൽ ജീവിക്കേണ്ടത്, നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട്, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, നമ്മൾ നന്മ ചെയ്തുകൊണ്ട് നാം എപ്രകാരമാണ് ഭൂമിയിൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കേണ്ടതെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ തെറ്റുകൾ തിരുത്തുവാനും ദൈവിക നീതിയിൽ ജീവിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുകയാണ്. അതോടൊപ്പം തന്നെ നന്മകൾ ചെയ്യുവാനായിട്ടുള്ള ഒരു ശക്തിയും ഒരു പ്രചോദനവും നമുക്ക് ലഭിക്കും. യേശു പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നതെന്ന്. അപ്പോൾ മറ്റുള്ളവർക്ക് നാം ചെയ്യാതിരിക്കുമ്പോൾ അത് യേശുവിന് തന്നെയാണ് ചെയ്തു കൊടുക്കാതിരിക്കുന്നതും. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ തിരുത്തുവാനായിട്ട്, നമ്മുടെ മനോഭാവങ്ങളെ മാറ്റുവാനായിട്ട്, നമുക്ക് മാനസാന്തരമുണ്ടാകാനായിട്ട്, അനുതാപമുണ്ടായി ദൈവത്തിങ്കിലേക്ക് തിരിയുവാനായിട്ട്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് ഒക്കെ നമ്മെ പ്രാപ്തരാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് മനുഷ്യനെ മാറ്റിമറിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. അതിനായിട്ടാണ് തെറ്റുകൾ തിരുത്തുന്നതിനും നമ്മെ ശാസിക്കുന്നതിനുമെല്ലാം ദൈവത്തിൻ്റെ വചനം ഉപകാരപ്പെടുന്നുണ്ട്. നമ്മെ വിശുദ്ധീകരിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പ്രത്യാശയിൽ ജീവിക്കുവാനുള്ള ഒരു വൻ കൃപ നമുക്ക് ലഭിക്കുന്നു. നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ, രോഗങ്ങൾ എല്ലാം, പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ച് പ്രത്യാശയോടെ ജീവിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് തിരുവചനങ്ങളിൽ നിന്നാണ്. വചനം ദൈവം തന്നെയാണെന്ന് യോഹന്നാൻ 1:1 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.